ഡ്രൈവറുടെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം അരുണിലേക്ക് വരാം. ഡെയിലി ഒരു 6 ട്രിപ്പ് വരുന്ന மாதிரி. ടൈം എപ്പോൾ? மார்னிங் 7 o'clock, ஆஃப்டர்நூன் 1 o'clock, 2 o'clock, 4 o'clock, ഈവനിങ് 6 o'clock. ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും. കൊടുക്കും. ഇതിൻ്റെ പേയ്മെൻറ്റ് തരുന്നത് எனக்கு பேமெண்ட் டிரான்ஸ்போர்ட் ஓனர். ஓனர் சென்னை. சென்னை ஓனரில் இங்கே வந்து பிரமோத் சார்னு சொல்லிட்டு மேனேஜரு. அவர் சென்னையில், കേരള. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഇവിടെ നിന്നാണ് എന്താണ് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഡ്രൈവറായ ഉദയകുമാർ പറയുന്നത്. ദിവസം 6 നേരമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അരുൺ, ട്രെയിനിൽ എല്ലാ ദിവസവും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏജൻസിയാണ് എന്നത് വ്യക്തമാകുകയാണ്. ഡ്രൈവർ അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഈ പഴകിയതും പുഴുവരിച്ചതുമായ ഭക്ഷണം ഈ ട്രെയിനുകളിൽ വിതരണം ചെയ്യപ്പെട്ടു. നേരത്തെ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നോ? ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നതിന് ശേഷം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണമോ ഇടപെടലോ ഉണ്ടോ? റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നമുക്കറിയാൻ കഴിയുന്നത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഡ്രൈവറുടെ പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തമാണ്. ദിവസം 6 നേരം കൊണ്ടുപോകുമായിരുന്നു. രാവിലെ വന്ദേ ഭാരതിൻ്റെ സമയത്തിലൊക്കെ തന്നെ ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വന്ദേ ഭാരതിൽ മാത്രമല്ല, രാജധാനി അതോടൊപ്പം തന്നെ അങ്ങനെ പ്രീമിയം വണ്ടികളിലൊക്കെ തന്നെ ഭക്ഷണം എത്തിച്ചിരുന്നു. പഴകിയ ഭക്ഷ്യവസ്തുക്കളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പിടിച്ചുകൊണ്ടുപോയത് പഴകിയ ഭക്ഷ്യ വസ്തുക്കളായിരുന്നു. ചിക്കനൊക്കെ കാലാവധി കഴിഞ്ഞതായിരുന്നു. 13-ാം തീയതി കാലാവധി കഴിഞ്ഞ ചിക്കനും രാവിലെ വന്നപ്പോൾ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഭക്ഷ്യ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത്. വളരെ വൃത്തിഹീനമായ ചുറ്റുപാടിലായിരുന്നു ഈ കാറ്ററിംഗ് സംവിധാനം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് അകത്ത് നമ്മൾ നേരത്തെ കയറിയപ്പോൾ വ്യക്തമായത്. ഇപ്പോൾ നിലവിലത് കോർപ്പറേഷൻ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നടത്തിപ്പുകാർ ആരാണെന്നുള്ളതിൽ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കോർപ്പറേഷനുമായി ഇവർ ബന്ധപ്പെട്ടില്ല എന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. നേതൃത്വത്തിലാണല്ലോ പ്രധാനമായിട്ടും ഈ റെയിൽവേയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെ വലിയ കമ്പനികൾ അവരുടെ സബ് കോൺട്രാക്ടിങ്ങിനെ കൊടുത്തു പോകുന്നതാണ്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായൊരു പരിശോധന ഓരോ മാസം എന്ന നിലയ്ക്കും അങ്ങനെ ഒരു കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടക്കാറുണ്ടോ? ഇത് നല്ല ഇപ്പോൾ രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്തത്. കൊല്ലത്ത് നിന്ന് പ്ലാസ്റ്റിക് ഇട്ട് കലക്കിയ എണ്ണയിൽ നിന്ന് ചുട്ടെടുക്കുന്ന പഴംപൊരിയൊക്കെ എത്തുന്നത് റെയിൽവേയിലേക്കാണ്. അപ്പോൾ അങ്ങനെ പലയിടത്തും, എനിക്കൊരു കൊച്ചിയിൽ മാത്രമായിരിക്കില്ല, പലയിടത്തും ഇതേപോലെ ഈ അവസ്ഥയിലേക്ക് ആയിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിശോധനകൾ ഇടവിട്ട് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ടോ അരുൺ? ദിവിഷ് പറഞ്ഞാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. IRCTC നാളെ ചുമതലയെങ്കിൽ പോലും അത് സബ് കോൺട്രാക്റ്റുകളായി പല കൈമറിഞ്ഞാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവരിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തും. അത് പരിശോധിക്കാനുള്ള സംവിധാനം റെയിൽവേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം പല കൈമറിഞ്ഞ് വരുന്ന കോൺട്രാക്റ്റുകളിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഭക്ഷണം എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവർ 6 നേരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത്. ആ എത്തിക്കുന്ന ഭക്ഷണം പരിശോധിച്ചിരുന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇങ്ങനെ ഭക്ഷണം നൽകുമ്പോൾ അതിൻ്റെ സാമ്പിളെങ്കിലും എടുത്ത് വെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അതുണ്ടോ എന്നുള്ളത് ഇനി വ്യക്തമാക്കേണ്ടത് റെയിൽവേയാണ്. റെയിൽവേ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല. ഇത് മാത്രമായിരിക്കില്ല, ഒരു പക്ഷേ പല സ്ഥലങ്ങളിലെയും റെയിൽവേ ക്യാൻറ്റീനുകളുടെ പ്രവർത്തനം ഇങ്ങനെ തന്നെയാകാം. നമ്മളിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ റിപ്പോർട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ തന്നെ പലരും വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതികൾ കൊടുത്തിരുന്നു, പക്ഷേ ഒരു ഉപയോഗവും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആൾക്കാർക്ക് മോശം ഭക്ഷണം കിട്ടുന്നുണ്ട്, അതിൽ പരാതിപ്പെടുന്നുണ്ട്. പക്ഷേ അതൊരു തുടർക്കഥയാകുന്നു, അതിനൊരു അറുതിയാകുന്നില്ല എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ്.